സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സംവേർ ഉപയോഗിച്ചുള്ള കുറേ സെൻറ്റൻസുകളാണ്. സംവേർ എന്ന് പറഞ്ഞാൽ എവിടെയോ എന്നുള്ള അർത്ഥം വരും. ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സംവേർ ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. ഞാനത് മറന്നു വെച്ചു. ഐ ഫോർഗോട്ട് ഇറ്റ് സംവേർ. എവിടെയോ ഞാനത് മറന്നു വെച്ചു. ഐ ഫോർഗോട്ട് ഇറ്റ് സംവേർ. എവിടെയോ ഞാനത് മറന്നു വെച്ചു. ഞാനത് കണ്ടു എന്ന് എങ്ങനെ പറയാം? ഐ സോ ഇറ്റ് സംവേർ. എവിടെയോ ഞാനത് കണ്ടു. ഐ സോ ഇറ്റ് സംവേർ. എവിടെയോ ഞാനത് കണ്ടു. അത് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയാം? ഐ പുട്ട് ഇറ്റ് സംവേർ. എവിടെയോ ഞാനത് വെച്ചിട്ടുണ്ട്. ഐ പുട്ട് ഇറ്റ് സംവേർ. എവിടെയോ ഞാനത് വെച്ചിട്ടുണ്ട്. ഞാനത് കഴിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയാം? ഐ ഹാവ് ഈറ്റൻ ഇറ്റ് സംവേർ. എവിടുന്നോ ഞാനത് കഴിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഈറ്റൻ ഇറ്റ് സംവേർ. എവിടുന്നോ ഞാനത് കഴിച്ചിട്ടുണ്ട്. ഹാവ് വരുമ്പോൾ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഐ ഹാവ് ഈറ്റൻ ഇറ്റ് സംവേർ. എവിടുന്നോ ഞാനത് കഴിച്ചിട്ടുണ്ട്. പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയാം? വി ഹാവ് ഗോൺ സംവേർ. എവിടെയോ ഞങ്ങൾ പോയിട്ടുണ്ട്. വി ഹാവ് ഗോൺ സംവേർ. എവിടെയോ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങളത് ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? വി ഹാവ് ഡൺ ഇറ്റ് സംവേർ. എവിടുന്നോ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഡൺ ഇറ്റ് സംവേർ. എവിടുന്നോ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. അതാണെന്നിങ്ങനെ പറയാം? ഐ സോ ഇറ്റ് വെറെവർ ഐ വെൻറ്റ്. എവിടെയോ പോയപ്പോൾ കണ്ടതാ. ഐ സോ ഇറ്റ് വെറെവർ ഐ വെൻറ്റ്. എവിടെയോ പോയപ്പോൾ കണ്ടതാ. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഇറ്റ് സംവേർ. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഇറ്റ് സംവേർ. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർമ്മയില്ല. എവിടെയാണെന്ന് ഓർമ്മയില്ല എന്നിങ്ങനെ പറയാം? ഐ ഡോണ്ട് റിമെമ്പർ വേർ. എവിടെയാണെന്ന് ഓർമ്മയില്ല. ഐ ഡോണ്ട് റിമെമ്പർ വേർ. എവിടെയാണെന്ന് ഓർമ്മയില്ല. റിമെമ്പർ പറഞ്ഞാൽ ഓർക്കുക കേട്ടോ. വേർ പറഞ്ഞാൽ എവിടെ എന്നുള്ള അർത്ഥമാണ്. എവിടുന്നാ അത് കിട്ടിയത് എന്നെങ്ങനെ ചോദിക്കുക? വേർ ഡിഡ് യു ഗെറ്റ് ദാറ്റ്. എവിടുന്നാ അത് കിട്ടിയത്? വേർ ഡിഡ് യു ഗെറ്റ് ദാറ്റ്. എവിടുന്നാ അത് കിട്ടിയത്? എവിടുന്നാ അത് കിട്ടുക എന്നെങ്ങനെ ചോദിക്കുക? വേർ ക്യാൻ ഐ ഗെറ്റ് ഇറ്റ്. എവിടുന്നാ അത് കിട്ടുക? വേർ ക്യാൻ ഐ ഗെറ്റ് ഇറ്റ്. എവിടുന്നാ അത് കിട്ടുക? ആളുകളെ കാണുമ്പോൾ പറഞ്ഞില്ല എവിടെയോ കണ്ടു പരിചയം പോലെ. ഇറ്റ് ഫീൽ ലൈക്ക് ഐ ഹാവ് സീൻ ഇറ്റ് സംവേർ. എവിടെയോ കണ്ട് പരിചയം പോലെ. ഇറ്റ് ഫീൽ ലൈക്ക് ഐ ഹാവ് സീൻ ഇറ്റ് സംവേർ. എവിടെയോ കണ്ട് പരിചയം പോലെ. ഇറ്റ് ഫീൽ ലൈക്ക് എനിക്ക് തോന്നുന്നത് എവിടെയോ കണ്ട് പരിചയം പോലെ. ഐ സീൻ ഇറ്റ് സംവേർ. എവിടെയോ കണ്ട് പരിചയം പോലെ. എവിടെയോ കണ്ടു. വി മെറ്റ് സംവേർ വൺസ്. നമ്മൾ ഒരിക്കൽ എവിടെയോ കണ്ടു. വി മെറ്റ് പറഞ്ഞാൽ നമ്മൾ കണ്ടു. എവിടെയോ ഒരിക്കൽ. സംവേർ വൺസ്. വി മെറ്റ് സംവേർ വൺസ്. നമ്മൾ ഒരിക്കൽ എവിടെയോ കണ്ടു. പോയപ്പോൾ അത് വാങ്ങി. വി ബോട്ട് ഇറ്റ് വൺസ് വെൻ വി വെൻറ്റ് സംവേർ. നമ്മൾ എവിടെയോ പോയപ്പോൾ അത് വാങ്ങി. നമ്മളൊരിക്കൽ എവിടെയോ പോയപ്പോൾ അത് വാങ്ങി. വി ബോട്ട് ഇറ്റ് വൺസ് വെൻ വി വെൻറ്റ് സംവേർ. നമ്മൾ എവിടെയോ ഒരിക്കൽ പോയപ്പോൾ അത് വാങ്ങി. വി ബോട്ട് ഇറ്റ് നമ്മൾ വാങ്ങി. വൺസ് വെൻ വി വെൻറ്റ് സംവേർ. നമ്മൾ എവിടെയോ ഒരിക്കൽ പോയപ്പോൾ. വി ബോട്ട് ഇറ്റ് വൺസ് വെൻ വി വെൻറ്റ് സംവേർ. നമ്മളെവിടെയോ ഒരിക്കൽ പോയപ്പോൾ അത് വാങ്ങി. അത് വാങ്ങി എന്നെങ്ങനെ പറയാം? ഗോ സംവേർ ആൻഡ് ബൈ ഇറ്റ്. എവിടെയോ പോയി അത് വാങ്ങി. ഗോ സംവേർ. എവിടെയോ പോയി അത് വാങ്ങി. ആൻഡ് ബൈ ഇറ്റ് അത് വാങ്ങി. ഗോ സംവേർ ആൻഡ് ബൈ ഇറ്റ്. എവിടെയോ പോയി അത് വാങ്ങി. കിട്ടുമായിരുന്നു. വേർ കുഡ്
ഐ ഗെറ്റ് ദാറ്റ് എവിടെയോ അത് കിട്ടുമായിരുന്നു. വേർ കുഡ് ഐ ഗെറ്റ് ദാറ്റ് എവിടെയോ അത് കിട്ടുമായിരുന്നു. എവിടെയോ പോയി വരുമ്പോഴാണ് അത് സംഭവിച്ചത്. ഇറ്റ് ഹാപ്പൻ വെൻ ഐ വാസ് ഗോയിങ് സംവെയർ എവിടെയോ പോയി വരുമ്പോഴാണ് അത് സംഭവിച്ചത്. ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു. വെൻ ഐ വാസ് ഗോയിങ് സംവെയർ എവിടെയോ പോയി വരുമ്പോൾ. ഇറ്റ് ഹാപ്പൻ വെൻ ഐ വാസ് ഗോയിങ് സംവെയർ എവിടെയോ പോയി വരുമ്പോഴാണ് അത് സംഭവിച്ചത്. വരുമ്പോൾ അത് സംഭവിച്ചു എന്ന് എങ്ങനെ പറയാം? ഇറ്റ് ഹാപ്പൻ വെൻ ഐ വാസ് ഗോയിങ് സംവെയർ എവിടെയോ പോയി വരുമ്പോൾ അത് സംഭവിച്ചു. ഇറ്റ് ഹാപ്പൻ അത് സംഭവിച്ചു. വെൻ ഐ വാസ് ഗോയിങ് സംവെയർ എവിടെയോ പോയി വരുമ്പോൾ. ഇറ്റ് ഹാപ്പൻ വെൻ ഐ വാസ് ഗോയിങ് സംവെയർ എവിടെയോ പോയി വരുമ്പോൾ അത് സംഭവിച്ചു. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലെ ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.